താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി മേഖലാ റെസിഡൻസ് അസോസിയേഷൻ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. SSLC +1 +2 പഠനം പൂർത്തിയാക്കിയവർക്കും നിലവിൽ പഠിക്കുന്നവർക്കുമായി കാലടി ലിറ്റിൽ ടോളിൻസ് സ്കൂളിലാണ് ക്ലാസ് നടത്തിയത്. കാലടി മേഖല റെസിഡൻസ് അസോസിയേഷൻ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. പക്ഷെ പ്രൈവറ്റ് മേഖലയിൽ വരുമ്പോൾ കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ദിവസം ലീവ് ചോദിച്ചപ്പോൾ ഞാൻ MDയുടെ നേരെ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്, സീനിയർ ജനറൽ മാനേജറാണ്, വലിയ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു, സാറ് സ്ഥിരം ലീവാണല്ലോ എന്ന് പറഞ്ഞു. ദാറ്റ് ഹേർട്സ് മീ. എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ ലീവ് എടുക്കുന്ന ആളല്ല, പക്ഷെ പുള്ളി എന്തെങ്കിലും കൂടി ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യത്തിന് ലീവ് എടുക്കണം, എന്തെടുക്കും എന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. സാറത് മറന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അല്ല, അത് സാറ് ഇടയ്ക്ക് അപ്പോൾ എന്തോ പുള്ളിക്ക് അങ്ങനെ പുള്ളിയുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്തു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പം പുള്ളി വീട്ടിൽ തൊന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ പറഞ്ഞു, വൈകുന്നേരം നേരിട്ട് സംസാരിക്കാം, ഫോണിൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു വെച്ചു. ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് പോകാതെ വന്നതുകൊണ്ട് ഞാൻ നേരെ റെസിഗ്നേഷൻ ഇട്ട് കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു വിഷമമായിട്ട് വിളിച്ചു, സാറേ എൻ്റെ സഹോദരി പോലെയാണ്, ഞങ്ങളത് നല്ല റിലേഷനായിരുന്നു, അപ്പോൾ സാറ് പോകരുതെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടിയില്ല, ഐ ടേക്ക് എ ഡിസിഷൻ, അതിൽ നിന്ന് മാറുന്ന വിഷയമില്ല. പുള്ളി എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വെറുതെ കാണാം എന്ന് പറഞ്ഞു. പിന്നെ കണ്ടു. അപ്പോഴും ഞാൻ തീരുമാനത്തിൽ മാറ്റിയില്ല. അപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരൻ ആവാൻ ഒരിക്കലും ആഗ്രഹം. പുള്ളി ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആയിരുന്നു അത്. അപ്പോൾ സാറ് ബിസിനസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനെ ലെവലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറിൻ്റെ ബിസിനസ്സിനേക്കാൾ നല്ലത് ഒരു അധ്യാപകനാകാനുള്ള അക്കാഡമിക് ലെവലിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം നല്ലതെന്ന് പുള്ളി എന്നോട് പറയുന്നത്. SSLC +1 +2 പഠനം പൂർത്തിയാക്കിയവർക്കും നിലവിൽ പഠിക്കുന്നവർക്കുമായി കാലടി ലിറ്റിൽ ടോളിൻസ് സ്കൂളിലാണ് ക്ലാസ് നടത്തിയത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന പുതിയ കോഴ്സുകളെയും അവയുടെ തൊഴിൽ സാധ്യതകളെയും കുറിച്ചായിരുന്നു ക്ലാസ്. കരിയർ അനലിസ്റ്റും സൈക്കോളജിസ്റ്റും റിട്ടയർഡ് DYSPയുമായ KM സജീവ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിവിധ മേഖലകളിലായുള്ള 300-ലധികം പുതിയ കോഴ്സുകളുടെ വിശദവിവരങ്ങൾ അദ്ദേഹം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് NP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VB സിദിൽകുമാർ, ട്രഷറർ CK അൻവർ, മേഖലാ കോർഡിനേറ്റർ RC രാജീവ്, K രാധാകൃഷ്ണൻ, ഷൈൻ മാഷ്, ജസ്റ്റോ പോൾ, അജിതകുമാരി തുടങ്ങിയ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. എനിക്കിഷ്ടമുള്ളത് ചെയ്യണം എന്ന് പറയുന്നത് നിർബന്ധിക്കുന്ന പേരൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ പറയും, എനിക്ക് ഈ കരിയർ ഇഷ്ടമാണ്, എനിക്ക് ഈ കോഴ്സ് ഇഷ്ടമാണ്, അത് മതി. എന്തുകൊണ്ടാണ്? എൻ്റെ കൂട്ടുകാരി അതിനാണ് പോകുന്നത്. എൻ്റെ കൂട്ടുകാരി പോകുമ്പോൾ എനിക്ക് ഒന്നിച്ച് പോകാം, എനിക്ക് അവിടെ പോയി ഒന്നിച്ച് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പറയും, എനിക്ക് എൻ്റെ മകളുടെ കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അറിയില്ലെങ്കിൽ ചന്ദ്ര സാറിനെ പോലെ അറിവുള്ള തൊട്ടടുത്തുള്ള ആരോടെങ്കിലും പോയി ചോദിക്കും. അപ്പൊ അവരെന്ത് പറയും? അറിവില്ല എന്ന് അവർ പറയില്ല. ചന്ദ്ര സാറല്ലാട്ടോ, അറിവില്ല, എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എന്ന് പറയില്ല. പകരം അവർ പറയും, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ മതിയല്ലോ, നല്ല കോഴ്സല്ലേ,